It's a never-ending battle of making your cars better. The real Passionate makes it even better. And of course, it's a legal way to have fun. Time to meet those passionates. RPM, Real Passion for Machines. എൻ്റെ പേര് ഡിജിൻ. ഞാൻ യൂസ് ചെയ്യുന്നത് മഹീന്ദ്ര താർ CRDI ആണ്. ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മൾട്ടി പർപ്പസ് യൂസ് വെഹിക്കിളാണ്. നമുക്ക് ഓഫ് റോഡും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഓൺ റോഡ് ഉപയോഗിക്കാം. ഞാനിത് സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി വാങ്ങിയത്. അത് ഓഫ് റോഡ് കണ്ടീഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വണ്ടീൻ്റെ ടയേഴ്സും വീൽസുമാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. 15 ഇഞ്ച് ഓഫ് റോഡിങ് സ്റ്റീൽ ഡ്രംസും അതേപോലെ തന്നെ 31 ഇഞ്ച് ഫെഡറൽ ഓഫ് റോഡിങ് ടയറാണ് ഞാൻ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഓഫ് റോഡിങ് ബമ്പേഴ്സ് ആൻഡ് ഓഫ് റോഡിങ് ഫുഡ് സ്റ്റെപ്പ്. അതേപോലെ തന്നെ വണ്ടിയുടെ ഇൻടേക്കിന് വേണ്ടിയിട്ട് ഞാൻ സ്നോർക്കൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളർ ടോണാണ് ചെയ്തത്. സീറ്റ് കവേഴ്സ് അതേപോലെ തന്നെ ഡാഷ്ബോർഡ്സ് ഡോർ പാഡ്സ് ഒക്കെ ഞാൻ ബ്രൗണും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ബ്ലാക്കാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നെ ബാക്കിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പാം ജാക്ക് അതേപോലെ തന്നെ കസ്റ്റം ടെയിൽ ലൈറ്റാണ് ഉപയോഗിച്ചത്. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് ഞാൻ ഹൈറ്റും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ പ്രൊഫൈൽ കൂട്ടി ടയർ ഇടുന്ന നേരം എന്തായാലും ടേൺ ചെയ്യുന്ന നേരം എന്തായാലും തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഹൈറ്റ് ചെയ്തത് വണ്ടി. ഇതിനൊരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റാംഗ്ലറിൻ്റെ മിറേഴ്സും അതേപോലെ തന്നെ റാംഗ്ലർ ഗ്രില്ലും പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റിക്കറിങ് ഐലിഡാണ് ഞാൻ ഇതിന് ചെയ്തത്. ഇതിന് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഒന്ന് ഡിഫറൻഷ്യൽ ലോക്കാണ്. പുതിയ വണ്ടിക്ക് ഇപ്പോൾ കമ്പനി ഡിഫറൻഷ്യൽ ലോക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഓൾഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യൽ ലോക്ക് കയറ്റാം. അത് 45,000 to 50,000 അറൗണ്ട് ആ ഒരു സംതിങ് എമൗണ്ട് വരും. അതേപോലെ തന്നെ മെയിനായിട്ട് വണ്ടിക്ക് വേണ്ടത് വിഞ്ചാണ്, അതായത് സെൽഫ് റിക്കവറി. അതിന് മെയിനായിട്ടൊരു ഓഫ് റോഡിങ്ങിലൊരു ഘടകമാണ് ഈ വിഞ്ച് എന്ന് പറയുന്നത്. വണ്ടീൻ്റെ ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിത് മാക്സിമം ഹൈറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ മൾട്ടി പർപ്പസ് യൂസ് ആയതുകൊണ്ട് ഓൺ റോഡ് എനിക്ക് അധികം ഹൈറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി കുറയും. മെയിനായിട്ട് നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകുന്നവരെ ഞാൻ മെയിനായിട്ട് ഹൈറ്റ് ചെയ്യേണ്ടത് അത് ട്രോഷൻ ബാറാണ് ചെയ്യാറ്. ഓക്കെ, അതേപോലെ തന്നെ ഓഫ് റോഡ് പർപ്പസായിട്ട് ഞാൻ ഹൈ ലിഫ്റ്റ് ജാക്കി ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും എളുപ്പമാണ് വണ്ടി ഹൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റിലീസ് ചെയ്യാനും അത്രയും ഹെൽപ്പാണ്.
ഓക്കെ, ഞാൻ മെയിനായിട്ട് ഇത് ഓഫ് റോഡിങ് സെഗ്മെൻറ്റിലേക്ക് മാറ്റാൻ കാരണം ഞാൻ കുറേ ഓഫ് റോഡിങ് ഇവൻറ്റ്സ് ഞാൻ കാണാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നപ്പോൾ എനിക്കും തോന്നി എനിക്കും എൻ്റെ വണ്ടി ഇതേപോലെ തന്നെ ഒരു സ്പെക്കാക്കി ഇറക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഈ രൂപത്തിലാക്കി എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഓഫ് റോഡിങ് എനിക്കൊരു പാഷൻ ആയതുകൊണ്ട് ഞാൻ മന്ത്ലി ഒരു 2-3 ടൈംസ് ഞാൻ വയനാട്ടിൽ ഫൺ ഡ്രൈവിന് പോകാറുണ്ട്. ഇതിൻ്റെ എൻജിൻ പരമായി നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻജിൻ റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 105 bhp ആണ് വരുന്നത്. അത് ഞാൻ 145 bhp ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മെറ്റഡോർ വാൻ എടുത്തിട്ട് വോക്സ് വാഗൺ കോംബി വാൻ ചെയ്യാനാണ് താല്പര്യം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.